ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി 1/2 kg വെയിറ്റ് വരുന്ന സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായി 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു 3 പ്രാവശ്യം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് നല്ലോണം പൊന്തി വരുന്നവരെയും ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് നല്ലോണം പൊന്തി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു 2-3 ഡ്രോപ്പ് സ്ട്രോബെറിയുടെ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, കേക്ക് ഹാർഡായി പോകും. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറച്ചായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുത്തി ഇളക്കരുത്, പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്യണതിൻ്റെ ഇടയിൽ നിങ്ങൾ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ചെറിയ ചൂടുള്ള പാലും കൂടി ഒഴിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ സ്ട്രോബെറിയുടെ ക്രഷാണ് ഉപയോഗിച്ചത്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തേണത്, അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാനിനനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ആ കേക്ക് നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. 30 മിനിറ്റാണ് എനിക്കിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വന്ന സമയം. കേക്ക് ഒന്ന് ചൂടാറി വരുമ്പോൾ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ തന്നെ ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ട്രോബെറിയുടെ ക്രഷും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലെയറിൽ സ്ട്രോബെറിയുടെ ക്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് ലെയർ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കുക. ആദ്യം ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ ക്രീം ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം ഒരേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ക്രീം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ട് നമുക്ക് സെക്കൻഡ് കോട്ടിങ് കൂടി ഒന്ന് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് തയ്യാറാക്കാം. ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതിനായിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ക്രീം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/3 കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായി വരണം. മെൽറ്റായതിന് ശേഷം 1 ടീസ്പൂൺ ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് സ്ട്രോബെറിയുടെ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ചൂടാറണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ഗനാഷിന് ചെറിയൊരു ചൂടുണ്ടാവണം. അധികം ചൂട് പാടില്ല, ലൈറ്റ് ചൂടാവാൻ പാടുള്ളൂ. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് എല്ലായിടത്തും ഒരേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഡിസൈൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, പിന്നെ ലൈക്കും കൂടി ചെയ്യുക കേട്ടോ.